പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. പ്രത്യേകിച്ച് യിൽ താമസിക്കുന്ന ആളുകൾക്ക്. അതിൻ്റെ പേര് യു ഡ്രൈവ് എന്നാണ്. ലൈസൻസ് ഉള്ള ആളുകൾക്ക് സ്വന്തമായി അവർക്ക് വാഹനം ഓടിച്ച് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ലൊക്കേഷനുകളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് യു ഡ്രൈവ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണത് യൂസ് ചെയ്യേണ്ടത് എന്ന് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി നമ്മളത് ഓൺ ചെയ്യുകയാണ്. അതിന് ഇൻ്റർനെറ്റ് ആവശ്യമുണ്ട്. ഓൺ ചെയ്ത ഉടനെ ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അത് ആദ്യം നമ്മൾ ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ഒരു ബാങ്ക് കാർഡാണ്. ഒരു ബാങ്ക് ഡെബിറ്റ് കാർഡായാലും കുഴപ്പമില്ല. അത് നമ്മൾ ഈ അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എമിറേറ്റ്സ് ID, ലൈസൻസ് കോപ്പി എന്നിവ നമ്മൾ ഫോട്ടോ എടുത്ത് ഇതിലാദ്യം കീപ്പ് ചെയ്യുക. കാരണം നമ്മോട് ചോദിക്കും, ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് UAE ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. 6 മാസം കഴിഞ്ഞ ലൈസൻസ് എടുത്ത് 6 മാസം കഴിഞ്ഞ ശേഷമാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾക്ക് യെസ് ആണെങ്കിൽ യെസ് കൊടുക്കാം, നോ ആണെങ്കിൽ നമുക്ക് ഹോം കൺട്രി ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ഹോം കൺട്രി ലൈസൻസ്, ഇന്ത്യൻ ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് സ്കാൻ ചെയ്ത് അറ്റാച്ച് ചെയ്താൽ മതിയാവുന്നതാണ്. അങ്ങനെ അത് റിവ്യൂ ഒക്കെ നടത്തിയ ശേഷം അത് അപ്രൂവ് ആകും. അതിനുശേഷം നമുക്ക് ഈ ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മുടെ കറൻറ്റ് ലൊക്കേഷൻ നമ്മൾ എവിടെയുണ്ട് എന്നാണ് ഇപ്പോൾ ഈ ആപ്പിൽ കാണിക്കുന്ന നീല കളറുള്ള ഒരു കുത്ത്. അത് നമുക്കറിയാമല്ലോ, ആ ഒരു ഡോട്ട്. മാത്രമല്ല നമുക്കിപ്പോൾ എവിടെയാണ് വാഹനമുള്ളത് എന്ന് ഇതിൽ സെർച്ച് ചെയ്താൽ നമുക്കിങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇത് വളരെ ലോങ് ആണ്, വളരെ ദൂരത്താണ് ഉള്ളത്. നമ്മുടെ അടുത്ത് എവിടെയുമില്ല. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരു ദിവസത്തേക്കുള്ള ഫുൾ ഡേയിലേക്കുള്ള വാടക ചാർജാണ്, റെൻ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത് 199 എന്നുള്ളത്. നമ്മൾ കൂടുതൽ ചെറുതാക്കുന്ന സമയത്ത് ദുബായ് ഏരിയയിലാണ് കൂടുതൽ ഇത് കാണുന്നത്. ഈ വണ്ടി കൂടുതലായുള്ളത് ദുബായിലാണ്, ദുബായ് എമിറേറ്റ്സിലാണ്. ഷാർജയിൽ ചില സമയത്തേ ഉണ്ടാകാറുള്ളൂ. അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തായിട്ടുള്ളത് ഇതാണ്, 199ൻ്റെതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫിൽറ്റർ ചെയ്യാൻ സാധിക്കും. പെർ മിനിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർ മിനിറ്റിൻ്റെ, അതായത് ഒരു മിനിറ്റിന് 70 ഫിൽസാണ് ചാർജ് വരുന്നത്. ഈ ഒരു സംഭവം ഒരു മിനിറ്റിന് 70 ഫിൽസാണ് ചാർജ് വരുന്നത്. ഏതാണ് വണ്ടി എന്നുള്ളത് നമുക്കിവിടെ കാണിക്കും. മിസ്തുബിഷിൻ്റെ ഒരു വണ്ടിയാണ്. അപ്പോൾ അതിൽ ഫ്യൂവൽ എത്രയുണ്ട് എന്നുള്ളത് 33% ഫ്യൂവൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അഥവാ നമുക്ക് ഫ്യൂവൽ തീരുകയാണെങ്കിൽ അടുത്തുള്ള ഫ്യൂവൽ കോസ്റ്റ് ഇതിൻ്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. മോർ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇനോക്ക് അല്ലെങ്കിൽ EPPCO എപ്കോ എന്ന് പറയുന്ന ആ ഒരു പമ്പിൽ നമുക്ക് പോയാൽ തന്നെ അവർ ഫ്രീ ആയി ഫ്യൂവൽ അടിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ പാർക്കിംഗ് ഫീസും ഫ്രീ ആണ്. മോർ ഡീറ്റെയിൽസിൽ പോവുകയാണെങ്കിൽ ഏതൊക്കെ സോണിലാണ് പാർക്കിംഗ് ഫീസ് ഫ്രീ ആയി നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് കാണിക്കും. അതല്ലാതെ നമ്മൾ മറ്റെവിടെയെങ്കിലും പാർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും ആ കിട്ടുന്ന ഫൈന് കൂടി നമ്മുടെ കാളിൽ നിന്നും കട്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫ്യൂൽ അടക്കമാണ് ഈ റേറ്റിന് കിട്ടുന്നത്. നമുക്ക് പെട്രോൾ അടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, 5 സീറ്റർ, അതുപോലെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്നൊക്കെ ആണ് ഫ്യൂൽ എന്ന് കാണിക്കുന്നുണ്ട്. പാർക്കിംഗ് സെൻസറൊക്കെ ഉണ്ട് എന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് താഴേക്ക് വരികയാണെങ്കിൽ ട്രിപ്പ് ഫീസ് എന്ന് കാണിക്കുന്നുണ്ട്. 6 ദിർഹമാണ്. അതായത് നമ്മളൊരു ട്രിപ്പ് കഴിഞ്ഞാൽ 6 ദിർഹം എക്സ്ട്രാ അഡീഷണലായി നമ്മളിൽ നിന്ന് കട്ടാവുന്നതാണ്. അപ്പോൾ ഒരു മിനിറ്റിന് 70 ഫിൽസിന് കൂടാതെ 10 മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ 6 ദിർഹം കൂടി എക്സ്ട്രാ നമ്മളിൽ നിന്ന് കട്ടാവും. ഒരു ദിവസം 200 കിലോമീറ്റർ പെർ ഡേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ 2 ദിർഹം വെച്ച് 1 കിലോമീറ്ററിന് കട്ടാവും. അതുപോലെ തന്നെ താഴെ പ്രൈസ് റേഞ്ച് കൊടുത്തിട്ടുണ്ട്. പെർ മിനിറ്റ് 70 ഫിൽസാണ് കൊടുത്തിട്ടുള്ളത്. 1 ഹവറിന് 33 ദിർഹം, 2 ഹവേഴ്സിന് 47 ദിർഹം, 3 ഹവേഴ്സിന് 90 ദിർഹം അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ നമുക്ക് ഈ കാറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ ചെക്ക് ചെയ്യാം. എന്തൊക്കെയുണ്ട്, എന്തൊക്കെ ഫ്രീ ഉണ്ട്, എന്തൊക്കെ ഇൻക്ലൂഡാണ് എന്നൊക്കെ ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ 1 മിനിറ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ താഴെ കാണുന്ന പച്ച ബട്ടൺ റിസർവ് നൗ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒരു മറ്റൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആവുന്നതാണ്. പക്ഷേ എൻ്റെ രജിസ്ട്രേഷൻ എക്സ്പയർ ആയതുകൊണ്ട് തന്നെ ഒന്നുകൂടി രജിസ്റ്റർ ചെയ്യാനാണ് കാണിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്ത
ഫേസിൽ വരുന്നത് ജസ്റ്റ് മൊബൈലൊക്കെ അൺലോക്ക് ചെയ്യുന്ന പോലെ അൺലോക്ക് ബട്ടൺ വരും. അത് അൺലോക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടി ഏത് ലൊക്കേഷനിലാണുള്ളത് അതിനടുത്തെത്തിയ ശേഷം നമുക്കിത് ചെയ്യുകയാണെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക് അൺലോക്ക് ആവുന്നതാണ്. നമുക്കതിൽ കയറി അതിൻ്റെ കീ അവിടെ ഉണ്ടാവും, അതെടുത്ത് നമുക്ക് വണ്ടി ഓടിച്ച് പോകാം. ഇതൊരു ടാക്സി, സാധാരണ ഒരു ടാക്സിയുടെ ഒരു ചാർജൊക്കെയാണ് ഇതിന് വരുന്നത്. ഏതാണ്ട് ചിലപ്പോൾ കുറയാം, ചിലപ്പോൾ കൂടുകയും ചെയ്യാം. പക്ഷെ നമുക്കതൊരു പ്രൈവസി കൂടുതലായി നമുക്ക് ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടി എല്ലാവർക്കും 4-5 ആൾ ഒന്നിച്ച് നമുക്ക് തന്നെ ഡ്രൈവ് ചെയ്ത് പോകാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉപകാരമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി എടുക്കാൻ സാധിക്കും, വീക്കിലി എടുക്കാൻ സാധിക്കും, മന്ത്ലി എടുക്കാനും സാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസും ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഉദ്ദേശിച്ച സമയത്ത് നമുക്ക് നടന്നു പോയി ഏറ്റവും അടുത്തുള്ള ഒരു വണ്ടി നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു ആപ്പാണ്, റെൻറ്റിനെടുക്കാൻ പറ്റിയ ഒരു ആപ്പാണിത്. നമ്മൾ അടുത്തുള്ള ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ 70 ഫിൽസ് പെർ മിനിറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ചെറിയൊരു എമൗണ്ടിൽ തന്നെ, ഇപ്പോൾ ഉദാഹരണത്തിന് 10 കിലോമീറ്ററുള്ള ഒരു യാത്ര, 10 മിനിറ്റുള്ള ഒരു യാത്രയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ചാർജ് ഉണ്ടാവും. അത് നമുക്ക് 10 മിനിറ്റിന് വേണ്ടി നമുക്ക് ഡെയിലി റെൻ്റ് എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്പാണ്. അപ്പോൾ ഇത് പലർക്കും ഉപകാരപ്പെടുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഷെയർ ചെയ്യുന്നത്.